ഹായ് നമസ്കാരം, ഞാൻ സൈന്ധവിയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ എനിക്ക് സുഖം തന്നെയാണ്. ഇപ്പം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വന്ന വിഷയം എന്ന് വെച്ചാൽ, നമ്മൾ 2-3 ദിവസമായിട്ട് സോഷ്യൽ മീഡിയ വഴി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. കൊട്ടാരക്കരെ കുറച്ച് ട്രാൻസ്മെൻ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട കുറച്ച് ആൾക്കാരുണ്ടാക്കിയൊരു വലിയ പ്രശ്നം. ചെറിയ പ്രശ്നം എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു വലിയ പ്രശ്നം. കാരണം ഇത് ഞാൻ ന്യൂസിൽ ഇങ്ങനെ കണ്ടുകൊണ്ട് സമയത്ത്, യൂട്യൂബിലൊക്കെ കണ്ട സമയത്ത് എനിക്ക് കൊട്ടാരക്കലൊരു ഫ്രണ്ടുണ്ട്. പുള്ളിക്കാരിയോട് വിളിച്ച് ഞാൻ കാര്യം തിരക്കി എന്താണ് അവിടെ നടന്ന ഇഷ്യൂസ് എന്ന് ചോദിച്ചപ്പോൾ ആ പുള്ളിക്കാരി എനിക്ക് തന്ന ആൻസർ എന്ന് വെച്ചാൽ, ഇത് ഒരു 3-4 വർഷം, ഒരു 2-3 വർഷത്തിന്, സോറി 2-3 വർഷത്തിന് മുമ്പ് ഒരു പ്രശ്നം അവിടെ ഉണ്ടായി. ഒരു 5-6 ട്രാൻസ് വുമൻ തമ്മിൽ ആ സമയത്ത് ഉണ്ടായ ഇഷ്യൂസിൽ അവർക്കിപ്പോൾ കോടതി സമൻസ് എന്തോ വന്നു. ആ സമൻസ് വന്ന സമയത്ത് അവരെ ഏരിയയിലുള്ള പോലീസ് സ്റ്റേഷനിൽ ചെല്ലുകയും അവിടുത്തെ SIയെ കാണുകയും അന്നേരം ആ കേസ് ഇല്ലാതാക്കാൻ പറയുകയും എന്തൊക്കെയോ ചെയ്തു. അതിനെ സംബന്ധിച്ചാണ് അവർക്ക് ഈ മാർച്ച് നടത്തിയ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. മാർച്ച് എന്ന് തന്നെ പറയാം. ആ ഒരു പ്രശ്ന ഇഷ്യൂസ് അതിൽ നിന്നുണ്ടായതാണ് എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ എനിക്കതൊന്നും അല്ല ഇവരോട് സംസാരിക്കാനുള്ളത്. അവരെപ്പോഴും പറയും, ഈ ട്രാൻസ് വുമൺ എപ്പോഴും പറയും അവർക്ക് സ്ത്രീ സമത്വമാണ് വേണ്ടത്, അംഗീകാരമാണ്, സ്ത്രീകളെപ്പോലെ അവരെ അംഗീകരിക്കണം എന്നാണ് അവരെവിടെയും പറയാറുള്ളത്. അപ്പം ഞാൻ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് സ്ത്രീ എന്ന രീതിയിൽ അംഗീകാരം വേണമെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ, നിങ്ങളിൽ ഒരാൾ ചെയ്ത തെറ്റ് എന്താണെന്ന് നിങ്ങൾ ആലോചിച്ചോ? കാരണം പൊതുവേ ഒരു നോർമലായ ഒരു സ്ത്രീ ഒരിക്കലും ചെന്ന് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ നിന്ന് തുണി അഴിച്ച് കാണിക്കില്ല, സ്വയം തുണി വലിച്ചു കൂരില്ല. അങ്ങനെ ചെയ്യണമെങ്കിൽ അവർക്ക് എന്തോ മാനസികമായി പ്രശ്നമുണ്ടെന്നേ ഞാൻ പറയുള്ളൂ. സ്ത്രീകളുടെ കാര്യമാണ്. നോർമൽ സ്ത്രീകളായിരുന്നവർ ഒരിക്കലും അത് ചെയ്യില്ല. അവരങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് മാനസികമായ ഇഷ്യൂസ് ഉണ്ടെന്ന് തന്നെ ഞാൻ പറയും. പക്ഷേ ഈ സ്ത്രീ സമത്വം വേണം എന്ന് പറയുന്ന ഇവർ എന്തിനാണ് ആ പ്രവൃത്തി ചെയ്തത്? ആ സ്ത്രീകളെ അപമാനിക്കുന്നതിന് തുല്യമാണ് ആ ചെയ്ത പ്രവൃത്തി. അതിനെതിരെയാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. കാരണം സ്ത്രീ സമത്വം എന്ന് പറയുന്ന വാക്കുകൾ മാത്രമല്ല, അത് പ്രവൃത്തിയിലും കാണിക്കുക. കാരണം ആ ഒരു കുറേ വീഡിയോകൾ ഇവരെക്കുറിച്ച് ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. ആ വീഡിയോകളെല്ലാം ഈ സമത്വം വേണമെന്ന് അവകാശപ്പെടുന്ന ട്രാൻസ് വുമൻ അവർ വായിന്ന് വീഴുന്ന അനാവശ്യമായ വാക്കുകൾ കേൾക്കാൻ കൊള്ളത്തില്ല. സീരിയസ്ലി പറയാം, ആ വീഡിയോയിലെല്ലാം ഉണ്ട്, കേൾക്കാൻ കൊള്ളത്തില്ല. അത് നോർമൽ ഒരു മനുഷ്യർ സംസാരിക്കുന്ന ലെവലല്ല അവർ സംസാരിക്കുന്നത്. കാരണം ഇങ്ങനൊരു കമ്മ്യൂണിറ്റി ഉള്ളതിനോ ഒന്നും ആരും ഒരു തെറ്റും പറയില്ല. അവർക്ക് വേണ്ട എല്ലാ ഇതും ബെനിഫിറ്റും ഗവൺമെൻറ്റും അവരുടെ കമ്മ്യൂണിറ്റിയിൽ അവർക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു സ്ത്രീ പറയുന്നുണ്ട്, പോലീസുകാർ ഇങ്ങനെ നൈറ്റ് ഇങ്ങനെ പുറത്ത് ഒരു ഡ്യൂട്ടിക്ക് ഇറങ്ങുന്ന സമയത്ത് ഇവിടുത്തെ അനാവശ്യമായി സംസാരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ സ്ത്രീകൾ ചെന്ന് അതിന് നിന്ന് കൊടുത്തിട്ടല്ലേ അവരത് ചോദിക്കുന്നത്? നിങ്ങൾ സ്ത്രീകളാണെങ്കിൽ എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകുന്നത്? ഇപ്പം നിങ്ങളുടെ കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഓഫറുകൾ തരുന്നുണ്ട്, സ്വയം തൊഴിലിനുള്ള ബെനിഫിറ്റ് ഉണ്ട്. നിങ്ങളതെല്ലാം ഉപയോഗിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിൽ ജീവിച്ചുകൂടെ? ഇത് ചോദിച്ചുകൊണ്ട് വേറൊന്നും വിചാരിക്കരുത്. നിങ്ങളത് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിക്കാൻ കാരണം. പിന്നെ പോലീസുകാരോട് നിങ്ങളത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സ്ത്രീയോട് അത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. അതൊരിക്കലും ശരിയല്ല. കാരണം ഒരിക്കലും സ്ത്രീകളോട് അങ്ങനെ ചോദിക്കാൻ പാടില്ല. അവരുടെ റേറ്റോ അല്ലെങ്കിൽ അവർക്ക് എത്ര റേറ്റും ചെയ്യാൻ നിങ്ങൾക്ക് എന്താ അവകാശമുള്ളത്? പോലീസുകാർക്ക് എന്താ അവകാശമുള്ളത്? ഒരു അവകാശവുമില്ല. പിന്നെ തെറ്റ് കണ്ടാൽ തെറ്റ് നിങ്ങൾക്ക് അവരോട് പറയാം, അല്ലാതെ അവരുടെ ശരീരത്തിന് വില പേശുന്നത് വളരെ മോശകരമാണ്. അത് ഞാൻ ഒരിക്കലും അതിന് ന്യായം കൂട്ടു നിൽക്കില്ല. ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് ഒരിക്കലും ഞാൻ സ്ത്രീ എന്ന് മാത്രമല്ല, ഞാനൊരു മനുഷ്യൻ എന്നുള്ള പരിഗണനയിലാണ് പറയുന്നത്. ഒരിക്കലും ഞാൻ അതിന് ഇതല്ല, എതിര് തന്നെയാണ്. പിന്നെ തിരിച്ചു വരാം. നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ എത്രയോ നല്ല രീതിയിൽ പഠിച്ചും വക്കീലും ഡോക്ടറും അഡ്വക്കേറ്റും ഒക്കെ ആയി നിൽക്കുന്ന കുറേ സ്ത്രീകളെ എനിക്കറിയാം. അത് പല മേക്കപ്പ് ആർട്ടിസ്റ്റ്, നിങ്ങളെല്ലാവരും കാണുന്നുണ്ടാകുന്നല്ലോ. നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർ ആൾക്കാരിൽ നിന്ന് നിൽക്കുന്ന നിലയും വിലയും എന്താണെന്ന്. ഈ പൊതുസമൂഹത്തിൽ വന്ന് നിങ്ങൾ ഇത്രയും ബഹളം വെക്കുകയും എടുക്കുകയും ചെയ്ത് എന്ത് മര്യാദകേടാണ്? നമ്മൾ സ്ത്രീകളാണെന്ന് നിങ്ങൾ പറയുന്നു, പക്ഷെ ഒരിക്കലും സ്ത്രീകൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. പൊതുസ്ഥലത്ത് വന്ന് സ്വന്തം ഡ്രസ്സ് അഴിച്ചു മാറ്റാൻ പാടില്ല. ആ ഡ്രസ്സ് വലിച്ചു കീറിയ ആ സ്ത്രീയോടാണ് എനിക്ക് ചോദ്യം, നിങ്ങൾ ചെയ്ത തെറ്റല്ലേ? ആണോ ശരിയോ? നിങ്ങൾ പറ.
നിങ്ങൾ ചെയ്ത ശരിയാണോ തെറ്റാണോ? സോറി. അപ്പം സ്ത്രീ എന്ന് പറഞ്ഞാൽ ആ വാക്കിന് പല അർത്ഥങ്ങളുണ്ട്, അതിനൊരു വാല്യൂ ഉണ്ട്. അതെപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക. അല്ല, പൊതുസ്ഥലങ്ങളിൽ വന്ന് തുണി അഴിച്ചു മാറ്റുക, ഇല്ലെങ്കിൽ ചീത്ത പറയുക, അനാവശ്യമായ രീതിയിൽ പെരുമാറുക, അതൊക്കെ വളരെ മോശമാണ്. പിന്നെ അതുപോലെ ആ പോലീസുകാരടുത്തും നമുക്ക് എവിടെയും സ്ത്രീകൾക്ക് സംസാരിക്കാനും പറ്റും. ഇപ്പം ഒരു വനിതാ പോലീസ് വേണമെന്നില്ല. ഒരു എന്താ പറയുക, ഒരു ആണായ ഒരു പോലീസുകാരനോട് സംസാരിക്കുന്നതിന് ഒരു വനിതാ പോലീസ് നമ്മുടെ കൂടെ വേണമെന്നില്ല. അതെന്തിനാ റൂള്? ഇപ്പം പെണ്ണുങ്ങളുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. ചോദിക്കുക. ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും, ഞാൻ നോക്കിയിട്ടിപ്പം ഈ പൊതുവെ കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലും വനിതാ പോലീസ് ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. കാരണം നമ്മളൊരു പ്രശ്നമായിട്ട് ചെല്ലുമ്പോൾ അവിടെ വനിതാ പോലീസ് ഉണ്ട്. വനിതാ പോലീസ് തന്നെയാണ് നമ്മളോട് സംസാരിക്കുന്നത്. കാരണം എൻ്റെ മോളുടെ പ്രശ്നത്തിൽ ഞാൻ ചെന്ന സമയത്ത് എൻ്റെ അടുത്ത് വനിതാ SI ആണ് സംസാരിച്ചത്. അവരാണ് എൻ്റെ കാര്യം ഡീല് ചെയ്തത്. അത് തീർച്ചയായിട്ടും ഒരു പോലീസ് സ്റ്റേഷനിൽ വനിതകൾ കാണും, വനിതാ പോലീസ് കാണും. പിന്നെ വനിതാ പോലീസിനെ ഉപദ്രവിച്ചത് കാരണം നിങ്ങളെപ്പോലെ സ്ത്രീയാണ് അവരെ നേരെ നിങ്ങൾ കൈ ഊങ്ങിയതും അവരെ കയ്യിൽ നിന്ന് വടി മേടിച്ച് നിങ്ങൾ അവരെ അടിച്ചതും വളരെ മോശമാണ്. കാരണം ചിലപ്പോൾ നിങ്ങളത്ര ആരോഗ്യം ആ സ്ത്രീകൾക്ക് കാണില്ല. കാരണം നിങ്ങൾ ട്രാൻസ് വുമണാണ്. നിങ്ങളൊരു സമയത്ത് മെന്നായിരുന്ന ആ ഒരു ആരോഗ്യം നിങ്ങൾക്കുണ്ട്. ഇത് ഉള്ളത് പറയുന്നത് നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കരുത് കേട്ടോ. അതായത് നിങ്ങൾ ആ ചെറിയ പ്രായത്തിൽ നിങ്ങളുടെ ഹോർമോൺ ചേഞ്ച് ആയതുകൊണ്ടാണ് നിങ്ങൾ ഒരു പെണ്ണിലേക്ക് എത്തിപ്പെടുന്നത്. പക്ഷെ നിങ്ങൾ അത്ര ശക്തിയായിട്ടാണ് ആ പെണ്ണുങ്ങളെ തെള്ളുകയും വലിക്കുകയൊക്കെ ചെയ്യുന്നത്. ആ വീഡിയോയിലെല്ലാം നിങ്ങൾ കാണും. നിങ്ങൾ സ്വയം തന്നെ ആ വീഡിയോ എടുത്തൊക്കെ നിങ്ങളൊന്ന് കാണിച്ചു നോക്ക്. നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ ചെയ്തത് ശരിയാണോ തെറ്റാണോ നിങ്ങൾ തന്നെ ഒന്ന് വീഡിയോകളെല്ലാം ഒന്ന് കണ്ടു നോക്കുക. അതുപോലെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ചെയ്തത് എന്താണെന്ന്. അതുപോലെ ഒരു നാടിനെ മൊത്തം നിങ്ങൾ സ്ട്രക്കായി നിർത്തിക്കളഞ്ഞു. കാരണം പോലീസുകാരെന്ന് വെച്ചാൽ നാളെ നമുക്ക് എന്ത് പ്രശ്നം വന്നാലും നമ്മൾ ചെന്ന് നിന്നാൽ നമുക്ക് സഹായമായി ഓടി വരേണ്ട ആൾക്കാരാണ്. അവരെ വെറും വൃത്തികെട്ട രീതി ചീത്ത വിളിക്കുക, ഇല്ലെങ്കിൽ അനാവശ്യമായി ഒരു ഒരു പുരുഷൻ ഒരാളിനെ വിളിച്ച വിളി അത് വേറെ ലെവലാണ്. എന്നിട്ട് അവരെ ഉപദ്രവിക്കുക. പിന്നെ എന്തോ ഒരു കുപ്പി എടുത്ത് എറിയുക, എന്തോ ചെയ്ത് ഒരാളുടെ ഒരു SIയുടെ തല സ്റ്റിച്ചിട്ട് നോക്കിയപ്പോൾ എന്താ SI ഒരു കട്ടിലെ കിടക്കുന്ന ഒരു വനിതാ പോലീസ് ഇങ്ങനെ കിടക്കുന്ന ഒരു 3-4 വനിതാ പോലീസ് കൂടി നിൽക്കുന്നത്. ഞാൻ ചോദിക്കും നിങ്ങൾക്ക് നാണമുണ്ടോ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ നിൽക്കാൻ? എന്നിട്ട് ഇവരെന്താ ചെയ്തത്? ഇവർ ഈ തെറ്റ് ചെയ്തെങ്കിൽ ഇവരെന്താ നിങ്ങൾ ചെയ്തത്? വെറുതെ വിട്ടോ? ഇപ്പം ഞാൻ നോർമലി ചോദിക്കട്ടെ, ഒരു പുരുഷനാണ് ഇല്ലെങ്കിൽ നോർമൽ ഒരു ലേഡിയാണ് ഇത് ചെയ്തിരുന്നെങ്കിൽ ഈ പോലീസുകാർ ഏത് രീതിയിലായിരിക്കും അവരോട് പെരുമാറുന്നത്? അതെപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളെല്ലാവരും? പിന്നെ അവൻ കഞ്ചാവായി, കള്ളൂടിയനായി, പിന്നെ ലോകത്തുള്ള എന്തെല്ലാം കെട്ടിവെക്കാവോ അതെല്ലാം അവൻ്റെ തലയിലും കെട്ടിവെച്ച് അവനൊരു 6 മാസം ഉള്ളിൽ കിടത്താനുള്ള രീതി ഇവരം ഉണ്ടാക്കും. അതുപോലെ ഒരു പെണ്ണാണെങ്കിൽ അവൾ അനാവശ്യമായ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് സോഷ്യൽ മീഡിയക്കാരും എടുത്ത് പൊതിഞ്ഞ് ഇതിലാക്കി ഫോട്ടോ വരെ ഒട്ടിച്ച് അങ്ങ് ഇതാക്കും. ഇവർക്കെതിരെ നിങ്ങൾ ഇത്രയും വലിയൊരു ഇഷ്യൂസ് ഉണ്ടാക്കിയ ഈ പെണ്ണുങ്ങൾക്കെതിരെ നിങ്ങൾ എന്ത് നടപടിയാണ് ഇവിടുത്തെ സർക്കാർ എടുത്തത്? പിണറായി സാറെല്ലാം ഇതൊക്കെ കണ്ടു കാണുമല്ലോ. ഈ TV-യിലും ഈ ന്യൂസിലെല്ലാം പിണറായി സാറ് കേട്ട് കാണുമല്ലോ, കണ്ടു കാണുമല്ലോ. പിണറായി സാറിനോടാണ് ചോദിക്കുന്നത്, ഇതിനെന്ത് ഉത്തരവാദിത്തമാണ് താങ്കൾക്ക് പറയാനുള്ളത്? ഈ ഒരു രീതിയിൽ ഇത്രയും സ്ത്രീകൾ, ഈ ട്രാൻസ് വുമൻ എന്ന് പറയുന്ന സ്ത്രീകളെ ഇങ്ങനെ അഴിച്ചുവിടാൻ എന്താണ് ഈ സർക്കാർ കാണിക്കുന്നത്? ഈ നോർമൽ മനുഷ്യർക്കകത്ത് എന്ത് പ്രത്യേകതയാണ് ഇവർക്കുള്ളത്? അതും അറിയണമല്ലോ. കാരണം ഇവർ സ്ത്രീ സമത്വം ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരാണ്. അവർക്ക് ഈ സാധാരണ സ്ത്രീകൾക്കില്ലാത്ത എന്ത് ബെനിഫിറ്റാണ് കൂടുതൽ ഇവർക്ക് സർക്കാർ കൊടുക്കുന്നത്? അതും ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളായിരുന്നു. അന്നേരം പിണറായി സർക്കാർ ഇത് കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ പോലീസുകാർ ഇവർക്ക് മുമ്പിൽ ഈ പോലീസുകാരെ നേരെ ആക്രമിച്ചതിനും ഈ അവിടെ ഇപ്പോൾ 20 ഈ ട്രാൻസ് വുമൺ പെണ്ണുങ്ങളെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ 20 പേരൊന്നും അല്ല അവിടെ ഉണ്ടായിരുന്നത്. കൊട്ടാരക്കരയിൽ ഭൂരിഭാഗം ഇങ്ങനെയുള്ള ആൾക്കാരാണെന്നാണ് എനിക്ക് ഫീൽ ആയത്.
പെണ്ണുങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അന്നേരം അവിടെ നിൽക്കുന്ന എല്ലാ മനുഷ്യരും ഇത് കണ്ട് ഭയക്കുകയും അവർക്ക് അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും, ഒരു നാടിനെ അങ്ങ് നടുക്കി കളഞ്ഞ് ഒറ്റയടിക്കും. എന്നിട്ട് സാധാരണ ഒരു നോർമൽ പെണ്ണുങ്ങളെ ഇത് ചെയ്തിരുന്നെങ്കിൽ ഇന്നത്തെ പത്രത്തിൽ നാളത്തെ വാർത്തയിലെല്ലാം കൊട്ടിച്ച് ആഘോഷിച്ച് അവരെ കുടുംബചരിത്രം വരെ എടുത്ത് നാട്ടിച്ചേനായിരുന്നു. ഇപ്പം ഇതൊന്നും ചെയ്യാനില്ല, ഇതൊക്കെ തൊട്ടാൽ പൊള്ളും. അതുകൊണ്ട് പേടി ആണോ? സാധാരണ പെണ്ണുങ്ങളെ ആണുങ്ങളെയൊക്കെ എന്തും ചെയ്യാം, അതൊന്നും ഒരു കുഴപ്പമില്ല. ഇപ്പം ഈ പോലീസുകാരെ അടിച്ചിട്ടിട്ടതും പിടിച്ചിട്ടിട്ടതൊന്നും ഒരു കുഴപ്പമില്ല. ഇപ്പം സാധാരണ ഒരു പെണ്ണ ഈ പോലീസുകാർക്ക് ഈ വനിതാ പോലീസിനെ ഒന്ന് തട്ടിയിരുന്നെങ്കിലോ, അല്ലെങ്കിൽ സാധാരണ ഒരാണാണ് ഈ SIയുടെ തലയ്ക്ക് ഒരു കൊട്ടു കൊടുത്തിരുന്നെങ്കിലോ, ഇപ്പം അവൻ്റെ പേർക്ക് എന്തെല്ലാം നിങ്ങൾ ചുമത്തിയനെ. ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ മിണ്ടാതെ ആശുപത്രി കിടക്കുക. എനിവേ, എന്തായാലും എനിക്ക് ഈ ട്രാൻസ് വുമൻ ലേഡീസിനോടാണ് പറയാനുള്ളത്. ദൈവത്തെ ഓർത്ത് സ്ത്രീകളെ അപമാനിക്കരുത്. വേറൊന്നും കൊണ്ടല്ല, ഇങ്ങനെയുള്ള തുണി വലിച്ചൂരി കാണിച്ച് അപമാനിക്കരുത്. നിങ്ങളും സ്ത്രീകളാണ്, ഞങ്ങളും സ്ത്രീകളാണ്. ഞങ്ങളെപ്പോലെ തന്നെയാണ് നിങ്ങളെ ഞങ്ങൾ കാണുന്നത്. അതുകൊണ്ട് ഞങ്ങളെ ദൈവത്തെ ഓർത്ത് ഇങ്ങനെ അപമാനിക്കരുത്. ആ ഒരു സ്ത്രീ സമത്വം എന്ന് പറയുന്ന വാക്കിന് എന്തെങ്കിലും അർത്ഥം കൊടുത്താൽ ദൈവത്തെ ഓർത്ത് തുണി ഉരിഞ്ഞ് കാണിച്ച് ആ അർത്ഥത്തിന് ബലമുണ്ടാക്കരുത്. ഇന്നെനിക്ക് ഇത്രയാണ് പറയാനുള്ളത്. അപ്പോൾ നാളെ നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവരും സന്തോഷം സമാധാനമായിട്ടിരിക്കുക. ഓക്കെ, ബൈ ബൈ, ടാറ്റ.